ഇദ്ദേഹം ഒരു മന്ത്രവാദിയാണെന്ന് പറയപ്പെടുന്നു. ഒപ്പം ജ്യോത്സ്യനായിട്ടും പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടു. എന്തൊക്കെയാണ് ഇയാളുടെ ഒരു പശ്ചാത്തലം? ഇദ്ദേഹം ആദ്യം ഒരു മലയാളം ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. മലയാളം നന്നായിട്ട് പഠിപ്പിക്കുമെന്നാണ് കുട്ടികളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇദ്ദേഹം ഈ ട്യൂട്ടോറിയൽ പഠിപ്പിച്ച കുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു. പിന്നെ ജീവിക്കാനായിട്ട് മുട്ട കച്ചവടം തുടങ്ങി. മുട്ടക്കച്ചവടം തുടങ്ങി ശംഖുമുഖത്താണ് താമസിച്ചിരുന്നത് ആ സമയത്ത്. അപ്പോൾ അവിടെ ശംഖുമുഖം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെയാണ് ശംഖുമുഖം ദേവീദാസനാകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് പിന്നെ ഇതുപോലെ മഠമൊക്കെ സ്ഥാപിച്ച് പൂജയ്ക്കൊക്കെ പോണ കണ്ടിട്ടുണ്ട്. പക്ഷെ മന്ത്രവാദം അതിനു മുൻപ് ഇയാളൊരു കാതികനായിരുന്നു എന്ന് കേട്ടിരുന്നല്ലോ. കാതികനായിരുന്നു, കഥാപ്രസംഗം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കവിതകൾ എഴുതുമായിരുന്നു. കവിതകൾ എഴുതി യുവജന സംഘടനകളുടെ സ്റ്റേജിലൊക്കെ വന്ന് ചോദിക്കുക, എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരുമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു, കാതികനായിരുന്നു. ശംഖുമുഖ ക്ഷേത്രത്തിൽ അവിടുത്തെ പിന്നെ മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ചെന്തോ പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ കഥാപ്രസംഗത്തെ ചീമുട്ട എറിഞ്ഞ് അതോട് നിർത്തി കഥാപ്രസംഗം. പിന്നെ കഥാപ്രസംഗത്തിന് പോയിട്ട് അവിടുന്ന് നാട്ടുകാർ ഇങ്ങോട്ട് ഓടിച്ചു വിടുകയാണോ ഉണ്ടായത്? ശംഖുമുഖത്ത് നിന്ന് അങ്ങനെയാണോ അദ്ദേഹം ഇങ്ങോട്ട് കരിക്കകത്തേക്ക് വരുന്നത്? ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഈ സാമുദായിക പ്രശ്നങ്ങളായല്ലോ. അവരുടെ ഈ കടപ്പുറത്തുകാർ മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിക്കുന്ന കഥാപ്രസംഗം പറഞ്ഞപ്പോഴത്തേക്ക് അവർ പ്രതികരിച്ചു. അപ്പോൾ അതോടുകൂടി പിന്നെ അവിടെ നിന്നുള്ള താമസം മാറ്റി ഇങ്ങോട്ടായി. ഇവിടെ വന്ന് നമുക്ക് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു ഇതാണ് കാണാം. പിന്നെ അയാളെപ്പോൾ ഓരോരുത്തരും ജീവിക്കാൻ ഓരോ മാർഗം ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ വിശ്വസിച്ച് ചെല്ലുകയാണ്. ഒരുപാട് അപകടങ്ങൾ കണ്ണിന് മുമ്പിൽ ഉണ്ടായിട്ടും അവർക്കിതിലാണ് വിശ്വാസം. ഡോക്ടർ പറയുന്നതിലല്ല വിശ്വാസം, പോറ്റി പറയുന്നതിലാണ് വിശ്വാസം. ഒരു സ്ത്രീ തന്നെ കണ്ടില്ലേ, ക്യാൻസർ വെച്ച 3 വയസ്സായ കുട്ടിയെ ക്യാൻസർ രോഗം മാറ്റാൻ ഗംഗയിൽ മുക്കാനായിട്ട് ഒരു സാമ്യ പറഞ്ഞു കൊടുത്ത്. അച്ഛനും അമ്മയും കൂടെ കൊച്ചിനെയും കൊണ്ട് ഗംഗയിൽ പോയി ഗംഗയിൽ മുക്കുകയാണ്. കൊച്ചു വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ അച്ഛന് മനസ്സിലായി കൊച്ചു മരിക്കാൻ പോകണമെന്ന്. അച്ഛൻ പിന്തിരിപ്പിക്കാൻ നോക്കി, അമ്മ പിന്തിരിഞ്ഞ. അവിടെ നിന്നൊരു ക്ലീനിങ് തൊഴിലാളി ഈ സ്ത്രീയെ പിടിച്ച് തള്ളി അവനെ അടിക്കുകയും ചെയ്തു. 3 മിനിറ്റിനകത്ത് കുഞ്ഞ് മരിച്ചു.